ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ഗൗൺ ആണ്. ഗൗൺ മീൻസ് പ്രോം ഡ്രസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കഴുത്ത് വൈഡ് ആയിരിക്കും, ഒരു ബെൽറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് നമ്മൾ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഡ്രസ്സാണ് ഞാൻ എടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന്റെ പാറ്റേൺ ഞാൻ എടുത്തു വെച്ചേക്കാണ്. അതായത് ഇത് ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ. അതിന്റെ പാറ്റേൺ ഞാൻ എടുത്തേക്കാണ്. ഇത് ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അളവുകൾ എന്ന് പറയുന്നത് സ്ട്രാപ്പിന്റെ ലെങ്ത് വരുന്നത് 6.5 അതല്ലാതെ ബോഡിയുടെ ലെങ്ത് വരുന്നത് നമുക്ക് 11. അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ വരേണ്ടത് 17 ലെങ്ത് വരും. അപ്പോൾ ടോട്ടൽ നമുക്ക് 17 വരും. അപ്പോൾ അതിൽ നിന്ന് സ്ട്രാപ്പിനുള്ള ലെങ്ത് ഞാൻ മാറ്റിയിട്ടാണ് ഈ ബോഡിയുടെ ഈ പീസ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് നമുക്ക് പിന്നെ ഗൗൺ പോലെ വരുന്നതാണ്. അപ്പൊ താഴേക്ക് സ്കേർട്ടാണ്. സ്കേർട്ട് മീൻസ് ഇതുമായിട്ട് ജോയിൻ ചെയ്തുള്ള ഫ്രോക്കാണ് താഴേക്കുള്ള പീസിന്റെ ലെങ്ത്. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു 55 വരും കേട്ടോ. നല്ല ഹൈറ്റ് ഉള്ള ആളിന്റെയാണ്. അപ്പൊ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 38 ആണ്. വേസ്റ്റ് ലെങ്ത് 35 ആണ്. ഇത് ഇത്രയും അളവാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ബെസ്റ്റ് 40 ആണ് വരുന്നത്, 40 സൈസിലാണ് വരുന്നത്. അപ്പൊ ഈ അളവുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പാറ്റേൺ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പാറ്റേൺ വെച്ചിട്ട് ഞാൻ ഈ പീസ് വെട്ടാൻ പോവാണ്. ഫ്രണ്ടും നമുക്ക് ബാക്കും വെട്ടണം. ഓക്കെ, അപ്പോ ഫ്രണ്ട് ഇത് ഫോൾഡ് ആണ്. ആ ഫോൾഡിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത്. ബെൽറ്റിനുള്ളത് നമുക്ക് പിന്നീട് എടുത്താൽ മതി. കഴുത്തിറക്കാൻ ഞാൻ എടുത്തേക്കുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. 8 ഇഞ്ചിലാണ് ഞാൻ നെക്ക് ലെങ്ത് കൊടുത്തേക്കുന്നത്. ഇതിന് തയ്യൽ തുമ്പ് ഓവർ ഇട്ട് കൊടുക്കരുത്, കുറച്ച് തയ്യൽ തുമ്പ് ഇടുക. വേണമെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അധികം ഇട്ട് വരച്ചാലും മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പീസ് എടുത്തില്ലെങ്കിൽ ഒന്ന് കൂടി കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ ഞാനിത് കൂടുതലാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി വരുമ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതിന് സ്ലീവ് വരുന്നില്ല, ആംപോളിന്റെ താഴെയായിട്ടാണിത് കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് ഫ്രണ്ട് പീസ് വരുന്നത്. ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് ബാക്കിന്റെ ഈ സൈഡ് നോക്കിയിട്ട് മാത്രം നമുക്ക് ബാക്ക് ചുമ്മാതെ സ്ക്വയർ പീസ് എടുത്താൽ മതി. ടക്ക് വേണമെങ്കിൽ ടക്കിടാം, അല്ലാതെ ടക്ക് നമ്മൾ സ്ലാഷ് ചെയ്ത് അത് ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഷേപ്പ് വരും. ആ ഷേപ്പ് നമ്മൾ ലാസ്റ്റ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, മെയിൻ പീസുമായിട്ട് എടുത്തതിന് ശേഷം കേട്ടോ. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് നമുക്ക് ഈ സൈഡാണ് ബാക്ക് പീസിന്റെ ലെങ്ത് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരേണ്ടത് കേട്ടോ. ഇത് തന്നെ വെച്ച് കട്ട് ചെയ്താൽ മതി. പക്ഷെ ഷേപ്പ് ഇങ്ങനെ അല്ലാന്നേ ഉള്ളൂ. നമുക്ക് നേരെ സ്ക്വയർ ആയിട്ട് താഴെ, അതായത് നമുക്ക് ഇതിന് ബെൽറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ സിപ്പ് വെച്ച് കൊടുക്കാം. അതല്ല ഈ ബെൽറ്റ് വെച്ച് കൊടുത്താലും ബാക്കിൽ ഇങ്ങനെ കെട്ടണ വള്ളി പോലെ നമ്മൾ കെട്ടുമല്ലോ, അത് അങ്ങനെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ ചെയ്യുന്നവര് അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തരുന്നവരുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്തു കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇതിന്റെ ലെങ്ത് ഇതറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് മതി. നമുക്ക് ആ ആംഹോളിന്റെ ആ സ്റ്റൈൽ അതുപോലെ തന്നെ വരണം ബാക്കിലായാലും കേട്ടോ.
ഇനി നമുക്ക് ഇതിന്റെ മെയിൻ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് സിപ്പ് വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ കട്ട് ചെയ്തിന് നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ടക്ക് ഇട്ട് നമുക്കത് ഷേപ്പ് ചെയ്യാം. അത് ഈ കൊണ്ടുവരുന്നവരുടെ ഇഷ്ടം അനുസരിച്ച് ചിലർക്ക് ബാക്കിൽ കെട്ട് വേണ്ടി വരും, ചിലർക്ക് ടക്ക് വേണ്ടി വരും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ടക്കിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നമ്മളെപ്പോഴും മെയിൻ പീസ് നല്ല പീസ് എടുക്കുമ്പോൾ ഇത്തിരി കടത്തിയിട്ട് വേണം എടുക്കാൻ. അതാണ് തയ്ച്ച് കഴിയുമ്പോൾ തുമ്പൊക്കെ അല്ലെങ്കിൽ എത്താതെ വരരുത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടാണ്. ഫ്രണ്ടിന് നമുക്ക് ഫോൾഡ് വരണം. അപ്പം ആ ഫോൾഡ് സൈഡിൽ ഇതിങ്ങനെ ഫോൾഡാക്കി തന്നെ ഇടും. ഷർട്ട് പീസ് എന്ന് പറയുമ്പോൾ ലെങ്ത് 47, 48, 50 ആയാലും നമുക്ക് പ്രശ്നമില്ല. ഇത് നല്ല ഫ്ലെയർ ഉള്ളത് കാരണം നമുക്ക് ഓവർ ഫ്ലെയർ വേണ്ട. ഇങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ട് എടുത്താൽ അങ്ങനെ ഒത്തിരി ഫ്ലെയറിൽ എടുക്കുന്ന ഒരു മോഡലല്ല. ഫിഫ്റ്റി ലെങ്ത് ആണ് ഞാൻ എടുക്കുന്നത്. ഈ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഷേപ്പ് നമ്മൾ മുകളിലത്തെ പീസ് അടിച്ചതിന് ശേഷം അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം താഴേക്ക് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ലിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചെയ്തിട്ട് ഓരോന്ന് ഞാൻ കാണിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞുണ്ടോ. അതായത് നെക്ക് അടിച്ചു, നെക്കിൽ ബെൽറ്റ് കൊടുത്തു, സിപ്പ് വെച്ചു ബാക്കിൽ കണ്ടോ. ഇത്രയും ചെയ്തു. ഇനി സൈഡ് കൂട്ടിയിട്ട് സൈഡ് കൂട്ടുക. എന്നിട്ട് താഴത്തെ പീസ് പിടിപ്പിക്കുക. താഴെ ഫ്രണ്ടിലാണ് സ്ലിറ്റ് വരുന്നത് കേട്ടോ. സ്കേർട്ടിന് സിപ്പ് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് കറക്റ്റ് ആവില്ല. അല്ലെ സൈഡിൽ സിപ്പ് വെക്കണം. അപ്പോൾ വേസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ഉണ്ടായിരിക്കണം. അപ്പം ഞാനിത് താഴേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ഓപ്പണിങ് താഴെ ബാക്കിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ബാക്കിൽ കൊടുത്തിട്ട് നമുക്ക് ഇതിനധികം ഫ്ലെയർ വേണമെങ്കിൽ അങ്ങനെ ഫ്ലെയർ ആയിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഭയങ്കര വിട്ട് കൂടിയ തുണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം കണ്ടോ. ഇങ്ങനെയാണ് ഞാൻ എന്നിട്ട് ഇതിൻ്റെ അളവ് കണക്കാക്കി. അതായത് വേസ്റ്റ് നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ വേസ്റ്റിൻ്റെ ഈ അളവിൽ കണ്ടോ തയ്യൽ തുമ്പ് വിട്ട് ഇങ്ങനെ എടുക്കുക. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ട് ഫ്രണ്ടിൽ സ്ലിറ്റ് വരും. ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ്, നമുക്ക് എവിടം വരെയാണോ ഓപ്പൺ ആവശ്യമുള്ളത് അവിടം വരെ നമുക്ക് ഓപ്പൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അധികം ഓപ്പണിങ് ഇടുന്നില്ല, എന്നാലും ഒരു 29 ഇഞ്ചാണ് കേട്ടോ. ഇഞ്ച്. ഇവിടെ നമ്മൾ വേറൊരു പീസ് വെച്ച് അടിച്ച് മറിച്ചാൽ മതി. അല്ലാതെ ഈ പീസ് തന്നെ നമ്മൾ അരികെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതാണ് ഫ്രണ്ട് എന്ന് വെച്ചാൽ
സൈഡിലായിട്ട് സ്ലിറ്റ് ഒക്കെ വന്നിട്ട് ഇതാണ് ഗൗൺ. ഓക്കെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ പാഡ് വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.